ഷഡ്കാലങ്ങളും ബാലറ്റുകളും സദാ ഗർജിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങും മരണത്തിന്റെ ആർത്തനാദങ്ങൾ, മകനെ തിരയുന്ന അമ്മമാർ, സഹോദരിമാരുടെ ആർത്തനാദങ്ങളിലേക്ക് ശരവുമയണയുന്ന സഹോദരന്മാർ, പിതൃസ്നേഹത്തിന്റെ ആത്മനൗതലുകൾ, കണ്ണീരുടങ്ങിയുളഞ്ഞ സാനുക്കളിൽ നൃത്തം, മരണത്തിന്റെ താണ്ഡവം ഇപ്പോഴും അവസാനമില്ലാതെ തുടരുന്നു. രൂപങ്ങൾ മനുഷ്യന്റെ, മൃഗത്തിന്റെ, പ്രപഞ്ചത്തിന്റെ കബന്ധങ്ങളിൽ കൂർത്ത ഗർഗം പതിക്കും. ചുടുരക്തം, ചുടുമാംസം, അസ്ഥിശകലങ്ങൾ, മരണം മർത്യന്റെ നിഴലായി പതിക്കുന്നു. കുഴിമാടം, ശവപ്പറമ്പ്, ചുഴലക്കളം, മരണം, ആദ്യത്തെ മർത്യന്റെ മരണം, മരണം, ആദ്യത്തെ മർത്യന്റെ മരണം, മരണം, ആദ്യത്തെ മർത്യന്റെ മരണം. ഞാൻ സാത്താൻ, തിന്മകളുടെ പ്രജാപതി. എവിടെ ഒരു കയറ്റമുണ്ടോ അവിടെ ഒരിറക്കവുമുണ്ട്. കുന്നുണ്ടെങ്കിൽ താഴ്വാരവുമുണ്ട്. പകലുണ്ടെങ്കിൽ രാത്രിയുമുണ്ട്. നന്മയുണ്ടെങ്കിൽ തിന്മയുമുണ്ട്. ദൈവം ജീവജാലങ്ങൾ സൃഷ്ടിച്ചു. ആദ്യ മനുഷ്യന് രൂപം കൊടുത്തു. ദൈവത്തിന്റെ മലവാടിയിൽ നന്മകളെ പുൽകി കഴിഞ്ഞ ആദത്തെയും ഹവ്വയെയും തിന്മയുടെ കണ്ണി തീറ്റിച്ച് ഭൂമിയിൽ സാത്താന്റെ സാമ്രാജ്യം സൃഷ്ടിച്ചു. ഇല്ല, എന്റെ കളി പൂർണ്ണമായിട്ടില്ല. കളി തുടരുകയാണ്. അതാ നോക്ക്, ഭൂമിയിലെ എന്റെ ആദ്യത്തെ പകിട കളിയുടെ അന്ത്യം എന്തെന്നറിയട്ടെ. ദൈവം സൃഷ്ടിച്ച ഈ ഏദൻ തോട്ടത്തിൽ ഭൂമിയിലെ ആദ്യത്തെ കുറ്റവാളികളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. ആദം, ഹവ്വ.
തെറ്റിന്റെ പെരുമ്പറ നീ മുടക്കിയിരിക്കുന്നു. നന്മതിന്മകളുടെ വിഷക്കിനി നിന്ന് നീ ഭൂമിയിലെ ആദ്യത്തെ കുറ്റവാളിയായിരിക്കുന്നു. നീ സാത്താന്റെ ഹൃദയ സൂക്ഷിപ്പുകാരനായിരിക്കുന്നു. നീ വ്യാമോഹങ്ങളുടെ പ്രതിരൂപമാണ്. വഞ്ചനയുടെ വാക്കുകൾ കൊണ്ട് നീ എന്നും നിന്റെ വേദനകളായിരിക്കും. നീ നൊന്ത് പ്രസവിക്കും. നിന്റെ പരമ്പരകൾ അവിശ്വാസികളായി വഞ്ചനയുടെ മൂടുപട പണിഞ്ഞു നിന്റെ നിലനിൽക്കും. ഞാൻ അകലും മനുഷ്യവംശത്തിൽ നിന്നും അകലും. കുത്തിയതുപോലെ 1000 കരിനാഗങ്ങൾ ശരീരത്തിൽ കൂടി പുളയുന്നത് പോലെ ശാപഗ്രസ്തനായ ആദം ചോദിക്കുന്നു, സാത്താനെ, എന്തിനായിരുന്നു ഈ ക്രൂരത? എന്തിനീ വഞ്ചന ഞങ്ങളിൽ ചൊരിഞ്ഞു? ദൈവത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്നവനായ സാത്താൻ, ഭൂമിയിൽ സുഖവും ദുഃഖവും വേണമെന്ന് ഞാൻ വാദിക്കുന്നു. സത്യത്തിന് മുകളിൽ അസത്വം പണവാനന്തരം, ധർമ്മത്തിന് മുകളിൽ അധർമ്മം കൊടിയാണോ? ഞാൻ നിങ്ങളിലൂടെ മനുഷ്യവംശത്തിലേക്ക് പടർന്നു കയറുകയാണ്. എന്റെ ദിവ്യമായ പരിവേഷം ഞാൻ നിങ്ങളിലൂടെ ജനതകളിലേക്ക് വേരുകളായി പടർന്നു കയറുന്നു. നീ എന്നിലൂടെയാണ് വഞ്ചനയ്ക്ക് കരുക്കൾ നീക്കിയത്. സത്യവും നീതിയും ധർമ്മവും വിശ്വാസങ്ങളും എല്ലാം നീ എന്നിൽ നിന്നും പിടിച്ചെടുത്തു. ഒടുവിൽ മരുഭൂമികളുടെ കനത്ത ചൂടും കൊടുമുടികളുടെ കോർത്ത പാറക്കല്ലുകളും നീ ഞങ്ങളുടെ മനസ്സുകളിൽ വിരിച്ചു. സാത്താനെ, നീ എന്തിനു ഞങ്ങളിൽ വിഹരിക്കുന്നു? ദൈവത്തിന്റെ ശാപമേറ്റ് ഞങ്ങളിൽ നിന്നും നിനക്ക് ഇനി ഒഴിഞ്ഞു പോകാറായില്ലേ? ഒഴിഞ്ഞു പോകാനല്ലോ ഞാൻ ഭൂമിയിലേക്ക് യാത്ര തിരിച്ചത്. നീ നിന്റെ പുരുഷന് തിരിച്ചറിഞ്ഞത് എന്നിലൂടെയാണ്. നഗ്നത മറിക്കാൻ പഠിച്ചത് എന്റെ വരവോടെയാണ്. ലജ്ജയും വികാരവും പുരുഷന്റെ സാമീപ്യവും നീ എന്നോട് തിരിച്ചറിഞ്ഞു. നീ പ്രസവിക്കും.